ഇതാണ് റൂം. മറ്റേ റൂമായിരുന്നു. എന്റെ ഈ റൂം അടിപൊളിയല്ലേ? വലിയ കട്ടിലായിരുന്നു. വലിയ കട്ടിൽ എന്തിനാണ്? കിടക്കാൻ സുഖമല്ലേ? എന്ത് കിടക്കാൻ സുഖം? നല്ല രസം കിടക്കാൻ. ഇത് ഓപ്പൺ ആണല്ലോ. എന്താണ് ഇയാളെന്തണത്? എന്താ കാണിക്കണത്? അടിച്ചല്ലേ? ഇതെന്തിനാണ് നടക്കണത്? കാണൂലേ? എന്ത് കാണൂലെന്ന്? കിടക്കണത്. ഇയാളെന്ത് മനുഷ്യനാണ്? ഹായ്, കൊള്ളാല. എന്ത് കൊള്ളാന്ന്? ഷോർട്സ്. കിടക്കല്ലേ താൻ? കുളിക്കണല്ലേ? എന്തിനാണ് കുളിക്കുന്നത്? ഫ്രഷ് ആണല്ലേ? ഞാൻ ഫ്രഷ് ആണല്ലോ, ഞാൻ കുളിക്കല്ലോ. ആണോ? അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഇപ്പുറത്തോടെ ഞാൻ സെന്ററിൽ കിടക്കാം. സെന്ററിൽ അതിന് രണ്ടുപേരല്ലേ ഉള്ളൂ. ഒരാളുടെ ഇപ്പുറത്തായിട്ട് സെന്ററിൽ. അപ്പുറം ഇതൊക്കെ വേഗം വാട്ടെ, ഞാൻ കാത്തിരിക്കും. എന്തിനു കാത്തിരിക്കുന്നു? കിടക്കാൻ. ഒറ്റ കിടക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? തന്തയ്ക്ക് നിറവില്ലാത്ത ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്റിൽ നിന്ന് പോയിടാ. എന്താ പരിപാടി? പുതിയ പടം വല്ലതും കാണാൻ പോയാലോ? നമ്മളെപ്പോഴും പടത്തിനല്ലേ പോകാറ്, പിന്നെന്ത് ചെയ്യാനാ? ഈ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി പിടിക്കാം. കരോളിന് ഇറങ്ങിയാലോ? വെറൈറ്റി. എന്താ നമ്മളിതുവരെ കരോളിന് ഇറങ്ങിയിട്ടുണ്ടോ? അത് പിന്നെ കരോളൊക്കെ എന്തിനാ? ഇതാ കുഴപ്പം. എടാ, നമ്മൾ കരോളിന് ഇറങ്ങുന്ന സാധാരണ എല്ലാവരും ഇറങ്ങുന്ന പോലെ അല്ല. പിന്നെ എടാ, നമ്മൾ സാന്റാക്ലോസിന്റെ വേഷമൊക്കെ ഇട്ട് സ്പീക്കറിൽ സിനിമാ പാട്ടൊക്കെ ഇട്ട് ഒരു ഡാൻസ് കളിക്കും. അത് നമ്മൾ പോകുന്ന വീട്ടിലെ വീട്ടുകാർക്ക് ഇത്രയും കൂടെ ഇഷ്ടപ്പെടും. അവര് പൈസ തരും. പിന്നെ അറിയാലോ, നമ്മളൊരു പൊളി പൊളിക്കും. അത് കൊള്ളാം. അപ്പൊ അതിനാദ്യം നമ്മൾ കുറച്ച് പൈസ പിരിവിടണ്ടേ? പിന്നെ നീ ഒരു 500, നീ ഒരു 500, പിന്നെ ഞാനും പോരെ? പൈസ എടുത്തു. എന്നാടാ, ഇന്നാ ഞാൻ പോയ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ? 1 hour later. അവനെ കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഹലോടാ, നീ എവിടെയാ? എടാ, ഞാനിവിടെ ഈ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന കടയില്ലേ? ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റിലെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. എടാ, നീ കരോളിനുള്ള സാധനം വാങ്ങാനല്ലേ ഇവിടുന്ന് പോയെ? എടാ, ആ കടയിൽ മുടിഞ്ഞ തിരക്ക്. എനിക്കാണെങ്കിൽ വിശപ്പും തുടങ്ങി. ഞാൻ ഈ ഹോട്ടലിൽ കയറി. നിങ്ങക്ക് 2 പാഴ്സൽ വാങ്ങാം. ഓക്കെ? അപ്പൊ കരോള്? കരോൾ എന്ത് കരോള്? എല്ലാ ക്രിസ്മസിനും ഇറങ്ങും കുറച്ചു പേര്, കമ്പും കോലുമായിട്ട്. അത് ശരി. ഇത്രയും കുറച്ചാ മതിയോ? മതി. സൈഡ് കൂടെ എടുത്തു. എടോ, സാറേ ഇരിക്കും. ഇതിപ്പോ കഴിയും. കളി തുടങ്ങി 40 മിനിറ്റ്. ഇതൊരു ഗോൾ പോലും അടിച്ചിട്ട്. ഇങ്ങനെ മതിയല്ലോ മോനെ. സാറ് വാ, ഇത് മേടിക്കും. ശരി. ഇങ്ങനെ വെട്ടണ്ടേ? നമ്മളെപ്പോഴും വെട്ടുന്ന പോലെ തന്നെ. അങ്ങനല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ബാലേട്ടാ വിശേഷം? എന്ത് വിശേഷം? ഇങ്ങനൊക്കെ പോകുന്നു. സൈഡ് എടുക്കണോ ഏട്ടാ? എടുത്തോ. അയ്യോ, സോറി സാറേ, ഞാൻ ഗോൾ അടിച്ചപ്പോ അറിയാതെ. ഞാൻ എന്തിനും ചെയ്യാം സാറേ, സോറി. വലുതായിട്ട് നമുക്ക് കോളേജിലൊക്കെ പോയി പഠിക്കണം, ജോലിയൊക്കെ വാങ്ങണം, എന്നിട്ട് പുതിയൊരു സൈക്കിൾ വാങ്ങണം, കാറ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. പാല് കുടിക്കും മക്കളെ. അയ്യോ. ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. എങ്ങനെ? നമ്മുടെ വീടിന്റെ ആധാരം പണയം എങ്ങനെ ഉണ്ടാവും? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഈ കുട്ടിയുടെ മുടി കണ്ടില്ലേ?
അത് വിൽക്കാന്നേ. വിൽക്കൊന്നുമല്ല, ശരിക്കുള്ള മുടിയാ. മോളി ഈ മുടിക്ക് എന്ത് വള ഇടണേ? എന്നും സന്തോഷ് ഹെയർ ടോൺ തേച്ച് കുളിക്കും. സന്തോഷ് ഹെയർ ടോൺ നന്നായി മുടി വളർത്തും. റോക്കിയാണോ ഒന്ന് ആഞ്ഞ് ശ്രമിക്കേ. ഓ, എന്റെ കൈ പൊള്ളുന്നു. നിങ്ങൾ തന്നെ ഉന്തിക്കോ ഈ കാളവണ്ടി. അല്ല. എന്നെ കൊണ്ടാവില്ല. എന്റെ ഡാർലിംഗ് പണി തരല്ലേ? നിന്റെ ഡാർലിംഗ് എപ്പോഴും പണിയല്ലേ തരുന്നത്? നിനക്ക് എന്താ പ്രശ്നം? ഒരു മിനിറ്റ് റോക്കി, നീ സ്നിക്കേഴ്സ് കഴിക്ക. എന്തിന്? കാരണം നിനക്ക് വിശക്കുമ്പോ നീ ഹീറോയിൻ പോലെ ആകുന്നു. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി. വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും. സ്നിക്കേഴ്സ്, ഇതിലുണ്ട് നട്ട്സ്, ചോക്ലേറ്റ്, പിന്നെ കാരമൽ. ഹംഗ്രി. ഇവന്റെ പണി പോയാ ജോസേട്ടാ? കൊല്ലത്ര കേട്ടിട്ട് മുടിയൊക്കെ അങ്ങോട്ട് നരച്ചില്ല. പക്ഷെ വീട് ഇപ്പോൾ എന്തൊരു ചെറുപ്പ. എന്റെ വീട് കണ്ടില്ല. ഒന്നോട്ടിന് എന്റെ സീക്രട്ട് അടിച്ചതേ അൾട്ടിമ പ്രൊട്ടക്ക. അതെ, പെയിന്റിൽ ഫൈബർ ഉണ്ട്, പായലും ക്രാക്കൊക്കെ പമ്പ് അടക്കും. ഒരു സെൽഫി കൂടെ പൂശാലോ? എടുക്കാലോ. പെയിന്റിൽ ഫൈബറാണ്. ഫൈബറാണ് കുട്ടൻസ്. പെയിന്റിൽ ഫൈബർ ഉണ്ട്. വണ്ടി എടുക്കടാ. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കിടക്കും. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഫൈബറാണ് സീക്രട്ട്. അതല്ലേ ഞാൻ ഫോട്ടോ. ഫ്രിഡ്ജ്, ആന്റിക് പീസ്, പിന്നെ സ്വർണം, ക്യാഷ്, ഒരു പാക്കറ്റ് സൺഫീസ്റ്റ് നാരോ റൂട്ട്. ഇവൻ അടിച്ചു മാറ്റി. സൺഫീസ്റ്റ് നാരോ റൂട്ട് ഇതത്രയ്ക്ക് അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ. എന്താ സർ, സൺഫീസ്റ്റ് നാരോ റൂട്ട് ബിസ്ക്കറ്റ് ഇത്ര ടേസ്റ്റി ആണോ? പിന്നെ അല്ലേ, അടിപൊളി. ക്രഞ്ചിയും ടേസ്റ്റിയും സൺഫീസ്റ്റ് നാരോ റൂട്ട്. ടേസ്റ്റ് വൗ, ഹാവ് നൗ. ഈ കാര്യം ഇപ്പോഴേ ഇഷ്ടമായി.